രണ്ടു മലയാളികളുടെ വധശിക്ഷ നടപ്പാക്കിയതായി UAE ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചു. മുഹമ്മദ് റിനാഷ് അഴങ്കിലോട്ട്, മുരളീധരൻ പെരുന്തട്ട വളപ്പിൽ എന്നിവരെയാണ് ശിക്ഷിച്ചത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, ഔദ്യോഗികമായി എന്തൊക്കെ വിവരങ്ങളാണ് UAE ഇന്ത്യൻ എംബസിയെ അല്ലെങ്കിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ? വിജയകുമാർ, രണ്ട് മലയാളികളുടെ വധശിക്ഷ നടപ്പാക്കിയതായാണ് UAE ഇന്ത്യൻ എംബസിയെ അറിയിച്ചിരിക്കുന്നത്. മുഹമ്മദ് റിനാഷ് അരങ്ങിലോട്ട്, മുരളീധരൻ പെരുന്തട്ട വളപ്പിൽ എന്നിവരെ ആണ് വധശിക്ഷ നടപ്പാക്കിയിരിക്കുന്നത് എന്നാണ് UAE അധികൃതർ UAEയിലെ ഇന്ത്യൻ എംബസിയെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇരുവരെയും കൊലക്കുറ്റത്തിനാണ് ഈ ശിക്ഷ നടപ്പാക്കിയിരിക്കുന്നത്. UAEയിലെ പരമോന്നത കോടതിയായ കോർട്ട് ഓഫ് കാസേഷൻ ഇവരുടെ വധശിക്ഷ ശരിവെച്ച പശ്ചാത്തലത്തിലാണ് ഈ ശിക്ഷ നടപ്പാക്കിയിരിക്കുന്നത് എന്നാണ് UAE അറിയിച്ചിരിക്കുന്നത്. ഇവരിൽ ഈ മുഹമ്മദ് റിനാഷിനെ ഒരു എമിറേറ്റി പൗരനെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷിച്ചിരിക്കുന്നത്. അതേസമയം ഒരു ഇന്ത്യൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിലാണ് മുരളീധരനെ ശിക്ഷിച്ചിരിക്കുന്നത് എന്നും ഔദ്യോഗികമായി UAE അറിയിച്ചിട്ടുണ്ട്. ഇരുവർക്കും എല്ലാ തരത്തിലുള്ള നിയമസഹായങ്ങളും ഇവരുടെ ദയാഹർജികളും മാപ്പപേക്ഷകളും അയക്കുന്നത് ഉൾപ്പെടെയുള്ള കോൺസുലർ നിയമസഹായങ്ങൾ ഇന്ത്യൻ എംബസി നൽകിയിരുന്നതായാണ് വിദേശ മന്ത്രാലയ അധികൃതർ സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഇവരുടെ വധശിക്ഷ നടപ്പാക്കിയതായി UAE അധികൃതർ ഇന്ത്യൻ എംബസിയെ അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് ഇരുവരുടെയും ബന്ധുക്കളെ ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ഇവരുടെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് സൗകര്യമൊരുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചതായുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. വിജയകുമാർ. രണ്ടു മലയാളികളുടെ വധശിക്ഷ നടപ്പാക്കിയതായി UAE ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ ഔദ്യോഗികമായി അറിയിച്ചു. ഒരാൾ മുഹമ്മദ് റിനാഷ് അരങ്ങിലോട്ട്, മറ്റൊരാൾ മുരളീധരൻ പെരുന്തട്ട വളപ്പിൽ എന്നിവരാണ്. ഇരുവരും കൊലക്കുറ്റത്തിനാണ് ശിക്ഷ നൽകിയിരിക്കുന്നത്. ഇക്കാര്യം ഇവരുടെ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ, ഇവർക്ക് വേണ്ട ഈ നിയമപരമായ പിന്തുണ നൽകിയിരുന്നതായാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.